ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്തു ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുക എന്ന് പ്രൂവ് ചെയ്തു. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ് ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്. ഞാനത് എഴുതാം എന്നിട്ട് പറയാം. പോസിറ്റീവ് വായിച്ച് നോക്കുക. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു ബേസിസ് എടുക്കുക, ആ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് ആ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ. പോസിറ്റീവ് വായിച്ച് നോക്കണ്ടോ. അപ്പോൾ ഏത് ബേസിസ് എടുത്താലും ഈ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ. അപ്പം നിങ്ങൾ ഏത് ബേസിസ് എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആണ്. സോ ദാറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് ദാറ്റ് വെക്ടർ സ്പേസ്. ഇനി അത് നമ്മൾ ഡിനോട്ട് ചെയ്താൽ ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ R2ൻ്റെയും R3ൻ്റെയും ഒക്കെ ഡയമെൻഷൻ എന്താ വരിക? അതായത് ഡയമെൻഷൻ ഓഫ് R2 എന്താ? പോസിറ്റീവ് ആലോചിച്ച് നോക്കൂ. ഇത് കിട്ടാൻ ചെയ്താൽ മതി R2ൻ്റെ ഒരു ബേസിസ് കാണുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് നമുക്ക് പരിചയമല്ലേ. ഏതാണത്? 1001 അല്ലേ. ഇതാണ് R2ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഇതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ തന്നെ എന്താണ്? 2 എലമെൻറ്റ്സ് വരിക. സോ ഡയമെൻഷൻ ഓഫ് R2 അപ്പം എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസ് എടുക്കുക, അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ നോക്കുക, ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് അതിൻ്റെ ഡയമെൻഷൻ. സിമിലർലി ഡയമെൻഷൻ ഓഫ് R3 എന്താ വരിക? ഇത് 3 ആയിരിക്കും. സ്വന്തം ആലോചിച്ചറിയാം. R3ൻ്റെ ആ സ്റ്റാൻഡേർഡ് ബേസിസില്ലേ, ഏതാണ്? 100, 010, 001 അല്ലേ. ആ ബേസിസിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. സോ വി ക്യാൻ സേ ഡയമെൻഷൻ ഓഫ് R3 is 3. അപ്പോൾ ഞാൻ ഡയമെൻഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഡൗട്ടൊക്കെ വല്ലതും ചോദിക്കാം. ഇനി ഞാൻ ഈ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 റിസൾട്ട് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താം. ആദ്യം പറയാൻ പോകുന്ന റിസൾട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താൽ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വെക്ടർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസിൽ n-ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാവില്ല. നമ്മൾ പ്രൂവ് ചെയ്താണ്. അതായത് ഡയമെൻഷനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഒരു സ്പേസിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൂടെ. അപ്പം ക്ലിയർ അല്ലേ? സോ അതൊന്ന് ഞാൻ ഇവിടെ എഴുതട്ടെ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ. എഴുതി ഒന്ന് പോസിറ്റീവ് വായിച്ച് നോക്കൂ. നമ്മളെന്താ പറഞ്ഞത്? ഡയമെൻഷനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും സ്പേസിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതിൻ്റെ കാർഡിനാലിറ്റി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. ക്ലിയർ അല്ലേ? സോ പോസിറ്റീവ് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ ഒരു റിസൾട്ട് കൂടി ഇവിടെ എഴുതാം. അത് എഴുതിയിട്ട് നിങ്ങൾ സ്വന്തം പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. അതിനുശേഷം ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് റിസൾട്ട്. അതായത് ഒരു സെറ്റ് എസ് നമ്മുടെ വെക്ടർ സ്പേസ് വിനെ സ്പാൻ ചെയ്തിട്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാർഡിനാലിറ്റി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. ഇവിടെ എന്താ പറയുന്നത്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആണ്. ഇവിടെ സ്പാനിങ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആണ്. ഇത് നിങ്ങൾ പോസിറ്റീവ് സ്വന്തം പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഞാൻ ഇതിൻ്റെ പ്രൂഫ് ഇവിടെ എഴുതാം. ഇതിൻ്റെ പ്രൂഫ് ഇത്തിരി കൂടി ഏതാണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. അതിനുമ്പേ നിങ്ങളിതൊന്ന് പോസിറ്റീവ് വായിച്ചിട്ട് സ്വന്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ നമ്മുടെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ആ വിയുടെ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പം അത്തരം ഒരു ബേസിസ് V ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കാർഡിനാലിറ്റി ഓഫ് സ്പാനിങ് സെറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അങ്ങനെ എല്ലാം വിചാരിക്കുക. നമുക്കൊരു സ്പാനിങ് സെറ്റ് ഉണ്ട്, അതിൻ്റെ കാർഡിനാലിറ്റി ലെസ് ദാൻ ഡയമെൻഷൻ V ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ കുഴപ്പം നോക്കാം. ഇനി നമുക്കറിയാം, നമ്മൾ എവരി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഹാസ് എ ബേസിസ് എന്ന് പ്രൂവ് ചെയ്ത് ആ പ്രൂഫിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് എടുത്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ടൊരു ബേസിസ് ഉണ്ടാക്കിയല്ലേ. ഇനി നോക്കൂ, ഈ കേസിൽ നമ്മളെ എസ് എന്താണ്? ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് അല്ലേ. കാരണം എന്താ? കാർഡിനാലിറ്റി ഓഫ് എസ് ഈസ് ലെസ് ദാൻ ഡയമെൻഷൻ V. അപ്പോൾ എന്താണ്? ഡയമെൻഷൻ V എന്ന് പറഞ്ഞാൽ n അല്ലേ. അപ്പം കാർഡിനാലിറ്റി ഓഫ് എസ് ഈസ് ലെസ് ദാൻ n അല്ലേ. അപ്പം എസ് എന്താണ്? ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റാണ്. ആ പ്രൂഫ് ചെയ്ത മാതിരി നമുക്ക് ഈ ഫൈനൈറ്റ് സ്പാനിങ് സെറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ബേസിസ് ഉണ്ടാക്കാം. ആ ബേസിസ് ഞാൻ B1 എന്ന് വിളിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഈ B1ൻ്റെ കാർഡിനാലിറ്റിയും ഈ എസിൻ്റെ കാർഡിനാലിറ്റിയും നോക്കുമ്പം ആരുടേക്കും കൂടുതൽ ഉണ്ടാവുക? എസിൻ്റെ ആയിരിക്കും. കാരണം എന്താ? എസിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ആ പ്രൂഫ് എടുത്ത് നോക്കുക. ആ പ്രൂഫിൽ എസിലുള്ള ചില ആൾക്കാർ റിമൂവ് ചെയ്തിട്ടാണ് ആ ബേസിസ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ എസിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് ഈ B1 വരിക. അപ്പം B1ൻ്റെ കാർഡിനാലിറ്റി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് ഓഫ് കാർഡിനാലിറ്റി ഓഫ് എസ്. ക്ലിയർ അല്ലേ? ഇനി കാർഡിനാലിറ്റി ഓഫ് എസ് എന്താണ്? ലെസ് ദാൻ ഡയമെൻഷൻ V. അത് പറ്റുമോ അല്ലേ? ഡയമെൻഷൻ V എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ വെക്ടർ സ്പേസിൽ n-ൽ കുറഞ്ഞ എലമെൻറ്റ്സ് ഉള്ള അല്ലേ. ഇവിടെ നമുക്ക് കിട്ടാം. ഇതിൻ്റെ കൂടി ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇംപ്ലൈസ് കാർഡിനാലിറ്റി ഓഫ് B1 ഈസ് ഇവിടെ സ്ട്രിക്റ്റ് ലെസ് ദാൻ വന്നു. അപ്പം സ്ട്രിക്ട്ലി ലെസ് ദാൻ n.
അപ്പം ഈ വെക്ടർ സ്പേസിൽ നമുക്കൊരു ബേസിസ് B1 കിട്ടി. അതിൻ്റെ അകത്ത് Nൽ കുറഞ്ഞ എലമെൻറ്റ്സ് ആണുള്ളത്. അത് പറ്റുമോ? നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ് ഒരു വെക്ടർ സ്പേസിൻ്റെ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുക. ഇവിടെ ഈ ബേസിസിൽ N എലമെൻറ്റ്സും ഈ B1 എന്ന് പറഞ്ഞ ബേസിസിൽ Nൽ കുറഞ്ഞ എലമെൻറ്റ്സും ഉണ്ടായി. കോൺട്രഡിക്ഷൻ ആയില്ലേ? സോ ആ കോൺട്രഡിക്ഷൻ്റെ കാരണം എന്താണ്? നമ്മളിങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് കാർഡിനാലിറ്റി ഓഫ് സ്പാനിങ് സെറ്റ് ഈസ് ലെസ് ദാൻ ഡയമെൻഷൻ V എന്നാണ്. അപ്പം കാർഡിനാലിറ്റി ഓഫ് സ്പാനിങ് സെറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ V. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് കേട്ടോ. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ V. സ്പാനിങ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ V. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.